സാറേ എസ് ഐ ഇല്ലേ സാർ? ഇല്ലെങ്കിൽ 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 താ കയറിയിരിക്കോ? നീ ഇന്നലെയും കള്ളു കുടിച്ച് ഭാര്യയുമായി വഴക്കുണ്ടാക്കി അല്ലേ? നോക്കട്ടെ, സാർ ഇത്തിരി തിരക്കില. കല്യാണം കഴിക്കാമെന്ന് വാക്ക് കൊടുത്ത് കൂടെ കൂട്ടിക്കൊണ്ട് നടന്നിട്ട് മറ്റൊരുത്തിയെ കെട്ടി വാക്ക് വലിച്ചു. നിന്നെയൊക്കെ എന്തു ആടാ ചെയ്യേണ്ടത്? ഞാനല്ല സാർ. നീ പിന്നെ എന്താടാ ചെയ്തത്? ഇൻസ്റ്റയിൽ ഒരു വോയിസ് അയച്ചു. സാറേ, ഇന്നലെ ഒരുത്തനെ പേടിപ്പിച്ചു വിട്ടില്ലേ? ആ ഭാര്യനെ തല്ലിയ കേസ് അവൻ വന്നിട്ടുണ്ട്. അവനെങ്കിൽ കയറ്റിവിടും. ശരി സാർ. എടോ, തന്നെ എസ് ഐ വിടും. ആ തനിക്ക് ആ പശു ആടും പോത്തുമായിട്ട് നടന്നാ പോരായിരുന്നു. എന്തിനാ വെറുതെ ഹൈടെക്കാ നോക്കിയത്? വെറുതെ മറ്റുള്ള കള്ളന്മാർക്കും കൂടി നാണക്കേടുണ്ടാക്കുക. സാറേ, നിന്നോട് ഞാൻ ഇന്നലെ മര്യാദക്ക് പറഞ്ഞതല്ലേ, വീട്ടിൽ പോയി ഇനി മേലെ അലമ്പുണ്ടാക്കരുത്. എനിക്കൊരു കാര്യം പറയണ്ടേ? നീ ഒരു കാര്യം പറയണ്ടടാ. ഇല്ല സാറേ, ഞാൻ പറയും. സാർ പറയൂ. ഇന്നലെ അവൾ ചത്തുപോയ എന്റെ അമ്മയെ അവരെവരെയും കൂട്ടി ആവശ്യമില്ലാത്ത പറഞ്ഞു. ആദ്യം ഞാൻ ക്ഷമിച്ചു. എന്റെ അച്ഛനെ പരസ്ത്രീകളെ കൂട്ടി സഭ്യമില്ലാത്ത വാക്കുകൾ പ്രയോഗിച്ചു. അവസാനം അവള് പറയുക, ഈ സ്റ്റേഷനിലെ എസ് ഐ ഒരു മണകുടാഞ്ചനും നട്ടലില്ലാത്തവനുമാണെന്ന്. അത് കേട്ടപ്പോ ഞാൻ ഒരു ചവിട്ട് കൊടുത്തു സാറേ. ഇനി അവൾ നിന്റെ അടുത്ത് വഴക്കിന് വന്നാൽ വെറുതെ കയ്യും വീശി നീ ഇങ്ങോട്ട് വരണം. അവളുടെ ഒരു അണപ്പല്ലെങ്കിലും എടുത്തിട്ട് നീ വരണം. മനസ്സിലായോ? ഓടാ ഓടാ. ആ, നിങ്ങൾക്കും പോവാം. നീ എവിടെ നിങ്ങൾ പോകും? ഈ ഇൻസ്റ്റാഗ്രാമില് എങ്ങനെയാടാ വോയിസ് അയക്കുന്നത്? ഈ ലോട്ടറി കടയിലൊക്കെ കക്കാൻ കയറുമ്പോളേ ആ ലോട്ടറി കൂടി ഒന്ന് നോക്കണ്ടയോ? ഇത് കഴിഞ്ഞ വർഷത്തെ ഓണബമ്പറും കട്ടോണ്ട് പോയേക്കണ്. അണ്ണാ അണ്ണാ ഒന്ന് നിന്ന അണ്ണാ. എന്റെ അണ്ണ കസറിക്കളഞ്ഞല്ല. സ്ഥലത്തെ എസ് ഐ തന്നെയാണല്ലേ ഗ്രൗണ്ട് സപ്പോർട്ട്. ഇന്ന് ചേച്ചീനെ അടിച്ച് തൂക്കുമല്ലേ? എന്റെ പൊന്നു കൂട്ടുകാരാ, സത്യത്തിൽ എന്താ നടക്കണമെന്ന് അറിയൂ? രണ്ടെണ്ണം അടിച്ച് ഫിറ്റായിട്ട് വരുമ്പോ അവള് കയറി ചൊറുകും. ഇപ്പൊ അണ്ണൻ കയറി കൊടുക്കുമല്ലേ? അപ്പ കൊടുക്കാല. പിന്നെ അവളുടെ തള്ളക്കൂടി രണ്ടു വിളി. അപ്പൊ ചേച്ചി വീണ്ടും കയറി ചൊറുകും. ആ, സംഭവണ്ടായിട്ടാകും. കയറി അങ്ങ് പൊളിക്കും. ഇനി ചേട്ടന് തുടങ്ങാല്ലേ? ഇല്ല, അവളാ തുടങ്ങണത്. പിന്നെ അവളുടെ ആങ്ങളമാരായിട്ട് തീർത്തോ. അവരുടെ തള്ളക്കൂടിയാണല്ലോ ഞാൻ വിളിച്ചത്. കൂട്ടുകാരാ, ഞാൻ ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോകും. പല്ലുമായി ചെന്നില്ലെങ്കിൽ ആ പോലീസുകാരൻ തരും. വീട്ടിലേക്ക് ചെന്നാൽ അവളുടെ ഇത്തിരി ഇല്ലാത്ത ആങ്ങളമാർ എടുത്തിട്ട് തരും. ഞാൻ എവിടെയെങ്കിലും പോയി ജീവിക്കണം. ചേട്ടൻ അങ്ങനെ എവിടെയെങ്കിലും പോയി എങ്ങനെയെങ്കിലും ജീവിക്കേണ്ട കാര്യമില്ല. ചേട്ടൻ അന്തസ്സോടെ ഈ നാട്ടിൽ ജീവിക്കാം. ചേട്ടൻ ഇച്ചിരും പറഞ്ഞില്ലേ ചേട്ടൻ്റെ കള്ളുകൂടിയാണ് ഈ വിഷയം. കള്ളു കുടിച്ച് വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാവും. അപ്പോൾ കള്ളുകൂടി നിർത്തിയാൽ തന്നെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ പോകും. സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യും. പിന്നെ ഇല വന്ന് മുള്ള വീണാലും മുള്ളു വന്ന് ഇല വീണാലും മുള്ളിനാ കേട്